Good morning all. Next we will get started with the important concept and see that is arrays. നമ്മൾ ഓൾറെഡി ഒരു വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ട്. സപ്പോസ് ഒരു ഇൻറ്റിജർ വേരിയബിൾ ആണെങ്കിൽ ഇൻറ്റ് എ എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. അപ്പം എങ്ങനെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതായിട്ട് നമ്മൾ പഠിച്ചത്. അതായത് നമ്മുടെ മെമ്മറിക്കകത്ത് ഒരു ലൊക്കേഷനെ ഡെസിഗ്നേറ്റ് ചെയ്യും വിത്ത് നെയിം എ. ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യും. എങ്ങനെയാണ് പഠിച്ചത്. സപ്പോസ് നമുക്കൊരു 10 ഇൻറ്റിജർ വേരിയബിളിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പക്ഷേ എ ബി സി ഡി അങ്ങനെ ഡിക്ലെയർ ചെയ്ത് പോകേണ്ടി വരും 10 എണ്ണം. ആൻഡ് അതിനകത്തേക്ക് ഡേറ്റ ഒരു വാല്യൂസ് അസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ 10 വേരിയബിൾസ് ഇങ്ങനെ ഇൻഡിവിജ്വലി അസൈൻ ചെയ്യുന്നതിന് പകരമായിട്ട് എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നെയിമിലേക്ക് 10 എണ്ണം അസൈൻ ചെയ്യാനുള്ള ഒരു സൗകര്യം സീക്കകത്തുണ്ട്. ദാറ്റ്സ് ദ കോൺസെപ്റ്റ് ഓഫ് അറേ. അപ്പം ഇവിടെ നമുക്കറിയാം എ എന്ന് പറയുന്ന ഒരു സിംഗിൾ ലൊക്കേഷൻ അലോട്ട് ചെയ്യുന്നു മെമ്മറിക്കകത്ത്. ഇവിടെ ബി എന്ന് പറയുന്ന സിംഗിൾ ലൊക്കേഷൻ അലോട്ട് ചെയ്യുന്നു, സി എന്ന് പറയുന്ന ലൊക്കേഷൻ അലോട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് പ്രൊസീജിയർ. ഇവിടെ എങ്ങനെയായിരിക്കും എ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ലറേഷന്റെ മെത്തേഡാണിത്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. എനിവേ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. എ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ആൻഡ് അതിനകത്ത് എത്ര വേരിയബിൾസ് വേണം എന്നുള്ള കൗണ്ട്, ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ്. ഓക്കെ, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കോണ്ടിഗ്യസ് ആയിട്ടുള്ള, കോണ്ടിഗ്യസ് മീൻസ് അടുത്തടുത്ത 10 മെമ്മറി ലൊക്കേഷൻസ് അസൈൻ ചെയ്യും. ഓക്കെ, എ എന്ന് പറയുന്ന നെയിം എത്ര ലൊക്കേഷൻസ് ആണ്? 1 2 3 4 5 10 വരെ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? 10 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ 1 എന്ന് പറയുന്ന വാല്യൂവിനെ കൊടുത്തു, ഇവിടെ 2 കൊടുത്തു, ഇവിടെ 4 കൊടുത്തു, 10th നമ്മൾ സപ്പോസ് 9 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ഓക്കെ, സോ നമ്മൾ ഓരോന്നിനും എങ്ങനെ ആക്സസ് ചെയ്യാം? അതായത് നേരത്തെ നമ്മൾ എ എന്ന് പറയുന്ന വേരിയബിളിനെ എ യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാം, ബിനെ ബി എന്ന് പറയുന്ന നെയിം യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാം, സിനെ സി എന്ന് പറയുന്ന നെയിം യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഓരോന്നിനെയും ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, നമ്മൾ എ ഓഫ് 10 ഇങ്ങനെ അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 0 to 9 വരെയുള്ള ഡിഫോൾട്ട് ഇൻഡെക്സിംഗ് ആണ് കിട്ടുന്നത്. അതായത് കോണ്ടിഗ്യസ് മെമ്മറി ലൊക്കേഷൻസ് എക്ക് വേണ്ടിയിട്ട് അസൈൻ ചെയ്ത് കൊടുത്തു, അതിന് ഓരോ ഇൻഡെക്സ് വാല്യൂസ് കൊടുക്കും. നമുക്ക് പേജ് നമ്പേഴ്സ് കൊടുക്കുന്ന പോലെ 10 പേജിന്റെ നമ്മുടെ കയ്യിൽ ഓരോന്ന് നമ്പർ കൊടുക്കുന്നു. ഓക്കെ, സോ നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തൊട്ടാണ്. 0 ഫസ്റ്റ് ഇൻഡെക്സ്, 1 2 3 ആൻഡ് സോ ഓൺ. 0 to 9 വരെയുള്ള ഇൻഡെക്സിംഗ് ആണ് ബൈ ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ അറേന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അറേ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ കളക്ഷൻ ഓഫ് ഒബ്ജെക്ട്സ് വിച്ച് ആർ സ്റ്റോർഡ് ഇൻ കോൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസ്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അറേ എഗെയിൻ നിങ്ങൾക്ക് നമ്മുടെ ലാബ് എക്സാമിന് നിങ്ങൾക്ക് വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് വാട്ട് ഇസ് ആൻ അറേ എന്ന് പറയുന്നത്. സോ കോണ്ടിഗ്യസ് മെമ്മറി ലൊക്കേഷൻ ആണ് ആൻഡ് സെയിം ഡേറ്റ ടൈപ്പ് തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇപ്പൊ ഇവിടെ ഇൻഡ് തന്നെ ആയിരിക്കും, ഇൻഡ് എ ഓഫ് 10. ഓക്കെ, ഇൻറ്റിജർ വാല്യൂസിനെ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് ഇൻടേക്ക് എടുക്കാൻ പറ്റുള്ളൂ. സപ്പോസ് ഫ്ലോട്ട് FLOAT ബി ഓഫ് 10 എന്ന് പറഞ്ഞാൽ 10 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ ഇതിനകത്തേക്ക് എടുക്കാം. ഓക്കെ, സോ കോമൺ ഡേറ്റ ടൈപ്പ് തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ ടൈപ്പ് ഇസ് സെയിം ആൻഡ് കോണ്ടിഗ്യസ് മെമ്മറി ലൊക്കേഷൻ ആർ അലോട്ടഡ് വിത്ത് എ കോമൺ വേരിയബിൾ നെയിം. കോമൺ വേരിയബിൾ നെയിം നമ്മൾ കണ്ടു അല്ലെ, എ ആണ് ഇവിടെ കോമൺ വേരിയബിൾ നെയിം. ഹിയർ ഇൻ ദിസ് കേസ് ബി. ഓക്കെ, സോ ഒരു ബി എന്ന് പറയുന്ന ഒറ്റ നെയിമിലേക്ക് നമുക്ക് 10 വാല്യൂസിന് അസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഓക്കെ, and another definition you can see here, array can be defined as a group of values referred by the same variable name. Okay, that means a എന്ന് പറയുന്ന same variable name or b എന്ന് പറയുന്ന same variable name. Again, another definition, an array can be defined as a collection of data objects which are stored in consecutive memory location with a common variable name. I think these are same. Okay, ഇനി ഒരു ടേമും കൂടെ ഉണ്ട്, എലമെന്റ്സ് ഓഫ് അറേ. എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമ്മൾ ഈ അറേക്കകത്ത് കൊടുക്കുന്ന വാല്യൂസിനെയാണ്, അതായത് ഇൻഡിവിജ്വൽ വാല്യൂസിനെയാണ് നമ്മൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇത് 1 2 4 9 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ കൊടുത്തു, ആ വാല്യൂസിന് പറയുന്ന പേരാണ് എലമെന്റ്സ് ഓഫ് അറേ.
And another important concept, the array elements can be either values. നമ്മളിപ്പോൾ കൊടുത്ത പോലെ values ആയിരിക്കാം, അതേപോലെ നമുക്ക് വേരിയബിൾസ് നെയിം കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 types of array ആണ്. 1-dimensional array and 2-dimensional array. 1-dimensional array നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ്. അതായത് ഇപ്പോൾ int a of 10 എന്ന് പറയുമ്പോൾ നമുക്ക് 10 contiguous മെമ്മറി ലൊക്കേഷൻസ് കിട്ടും. ഇതൊരു ലീനിയർ ഡയമെൻഷൻ ആണല്ലേ. സോ സിംഗിൾ ലൈൻ ആണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് 1-dimensional array. ഓക്കെ. ആൻഡ് 2-dimensional array എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെട്രിക്സ് എന്താണെന്ന് അറിയാം. സോ മെട്രിക്സ് എന്ന് പറയുമ്പോൾ റോ ബൈ കോളം ഫോമാറ്റിലുള്ള, അതായത് ഇപ്പോൾ 2x2 മെട്രിക്സ് ആണെങ്കിൽ ലൈക്ക് 1 2 3 4 ഇങ്ങനെ. സോ this is not a line, isn't it? So here it is what? It is a plane, or it is 2-dimension. So this can also be declaring arrays. How? Let's see. Before that, let's look some more theory portions like initialization of arrays. You can see an initialization method, or we have already discussed the format here. Type name like what? Int. Type and name like a of 10. Okay. Initialization നമുക്ക് എങ്ങനെ കൂടെ ചെയ്യാമെന്ന് പറയാണ്. നമുക്ക് എന്ത് പറയാം? int നിങ്ങളോട് പറയാണ്, ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ ഇതിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും വാല്യൂ പിക്ക് ചെയ്യൂ എന്ന് പറയാം നമുക്ക്. ഓക്കെ. സോ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നത്, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ദിസ് ഇസ് നോട്ട് സ്ക്വയർ ബ്രാക്കറ്റ്, കേർലി ബ്രേസിന്റെ അകത്താണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. നേരത്തെ നമ്മളൊരു വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്തത് എങ്ങനെയായിരുന്നു? int a equal to 1 എന്ന് ആദ്യം ഇനീഷ്യലൈസ് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് കീബോർഡിൽ നിന്നും ഇൻപുട്ട് എടുക്കായിരുന്നു. അല്ലെങ്കിൽ int sum equal to 0 എന്ന് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ കീബോർഡിൽ നിന്ന് ഇൻപുട്ട് എടുക്കാം. ഓക്കെ. സോ ഇതേപോലെ ആദ്യം നമ്മൾ കുറച്ച് വാല്യൂസ് അസൈൻ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, സം വാല്യൂസ് അസൈൻ ചെയ്യുന്നു. 1 2 3 4 5 6 7 8 9 0. ഓക്കെ. സോ ഇങ്ങനെ നമുക്ക് initialize ചെയ്യാം. Here you can see some more examples like int codes equal to int a of 3 values നിങ്ങൾക്ക് ഇവിടെ കാണാം. ആൻഡ് ക്യാരക്ടർ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാരക്ടർ നമ്മൾ കൊടുക്കുമ്പോൾ അത് സിംഗിൾ കോഡ്സിൻ്റെ അകത്ത് വേണം കൊടുക്കാൻ. ലൈക്ക് SUNIL in സിംഗിൾ കോട്ട്. സോ ഇൻഡെക്സിങ് എങ്ങനെയായിരിക്കും? ദിസ് ഇസ് 0th index, this is 1 first index, second index, third index and so on. അപ്പൊ നമ്മൾ ഈ ഒരു 4th വാല്യൂവിനെ അസൈൻ, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. 4th വാല്യൂവിനെ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? 4th വാല്യൂവിനെ ആക്സസ് ചെയ്യുന്നത് a of 3 എന്ന് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ. കാരണം 0 തൊട്ടാണ് നമ്മൾ ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ 4th വാല്യൂവിനെ എങ്ങനെ ആക്സസ് ചെയ്യുന്നു? a of 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ദിസ് ഇസ് ദ വാല്യൂ. Sorry, this is the value. Okay. And here you can see some rules for array initialization. Arrays are initialized with the constants only, and arrays can be initialized without specifying the number of elements in the square bracket. And you can read this. This is not a big deal. And here you can see declaration method. That's also we already discussed. And now let's see, this is what is we have already discussed, like indexing, but starts from 0 1 2 3 and 4. And 1-dimensional array നമ്മൾ already discuss ചെയ്തു. Next, let's move on to the 2-dimensional array. Here, 2-dimensional array can be declared as, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 2x2 മെട്രിക്സ് തരാണെങ്കിൽ 1 2 3 4 എന്ന് പറയുന്നത് this is a matrix. Okay, so this can also be declared using an array, using means 2-dimensional array. So ഇതെങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് വെച്ചാൽ, I'm giving you an example. First, type
data type and array name like A. Then first I have to give the row size. Here you can see. ആദ്യം റോ സൈസ് കൊടുക്കാം, പിന്നെ കോളം സൈസ് കൊടുക്കാം. ഓക്കെ, സോ റോ എന്ന് പറയുന്നത് നമുക്കറിയാം, റോസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോ 1, 2 ആൻഡ് നമ്പർ ഓഫ് കോളം അഗെയിൻ 1, 2. സോ 2 റോസ് ഉണ്ട് ആൻഡ് 2 കോളംസ് ഉണ്ട്, 2 കോളംസ്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. സോ ഇതിലെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? ഈ ദിസ് ഇസ് വാട്ട് A00 and this is A01. നിങ്ങൾ മാട്രിക്സ് പഠിച്ച അതുപോലെ തന്നെയാണ്. 01, this is A10 and this is A11. Okay, hope it is clear. And number of maximum number of elements എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഓൾറെഡി മാട്രിക്സ് പഠിച്ച പോലെ തന്നെ, ലൈക്ക് ഒരു മെട്രിക്സ് ഞാനിവിടെ, സോറി, 2 ഡയമെൻഷണൽ അറേ ഞാനിവിടെ ഡിഫൈൻ ചെയ്യാണ്. 3, 4 എന്ന് പറയുമ്പോൾ ഇതിലേക്ക് മാക്സിമം അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻസ് എന്ന് പറയുന്നത് 3 into 4, that is equal to 12 ആണ്. Okay, so here you can see another matrix example, Y33. Here the indexing is given like 0, 0, 0, 1, 0, 2, 1, 0, 1, 1, 1, 2, 2, 0, 2, 1, 2, 2. അപ്പോൾ ഇറ്റ് ഈസ് ക്ലിയർ. ആൻഡ് നമ്മൾ മെട്രിക്സിന്റെ പ്രോഗ്രാംസ് എല്ലാ എക്സാമിനേഷനും, അതായത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പ്രാക്ടിക്കൽ എക്സാമിനേഷന് എല്ലാ പേപ്പറിലും അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ അതിനകത്ത് കാണാറുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് 1 dimensional and 2 dimensional array എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. Now let's have a look at on the program using 1 dimensional array. So here is one example, hash include stdio.h and conio.h you can see here, and void main is our main function. Here you can see the declared variables like int I and array variable x of 6. Here we can admit 6 variables. Okay, 1, 2, 3, 4, 5 and 6 ആണ് നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആസ് യൂഷ്വൽ ഡിക്ലറേഷന് ശേഷം നമ്മൾ സെമിക്കോളൻ ഇടുന്നു. ആൻഡ് യു ക്യാൻ സീ പ്രിന്റ് ദ എലമെന്റ്സ് ഓഫ് അറേ. സോ അറേയിലെ എലമെന്റ്സ് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. ഓക്കെ, ഒരു ഫോർ ലൂപ്പ് എന്ന് നിർബന്ധമില്ല, ലൂപ്പ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 2 dimensional അറേ ആണെങ്കിലോ, 2 dimensional അറേ ആണെങ്കിൽ there will be 2 loops. ഓക്കെ, സിംഗിൾ ഡയമെൻഷൻ ആയതുകൊണ്ട് 1 ലൂപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതായത് നമ്മൾ 0 to 6 വരെയുള്ള വാല്യൂസിനെ, സോറി 0 to 5 വരെയുള്ള ഇൻഡെക്സിലെ വാല്യൂസിനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. 2, 3, 4, 5. So here we can see an initialization statement like I equal to 0 and our condition, that is I less than 6, and increment statement. What we have to do? Yeah, we have to do the print of the element. So you can see here x ആണ് നമ്മൾ യൂസ് ചെയ്ത വേരിയബിൾ ആൻഡ് I ആണ് നമ്മുടെ, അതായത് നമ്മൾ 0 to 6 വരെയുള്ള വാല്യൂ എങ്ങോട്ടേക്കാണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്? ഐയിലേക്കാണ്. സോ I. സോ ഫസ്റ്റ് ഫേസിൽ ആദ്യം x of 0 ആയിരിക്കും. സിൻസ് ഇറ്റ് ഇസ് 0, 1 പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് x of 1 ആയിരിക്കും, ബിക്കോസ് ഹിയർ യു ക്യാൻ സി ആൻ ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ്. സോ x of 1, x of 1ൽ ഏതാണ് വാല്യൂ ഉള്ളത്? 2 ആയിരിക്കും, അത് പ്രിന്റ് ചെയ്യും. ദെൻ x of 3 ആവും. x of 3ൽ ഉള്ള വാല്യൂ എന്ന് പറയുന്നത്, സോറി, x of 2, that is 3. And printing will be work like this, and we'll get the output like this. Okay, now let's look one more example of 2 dimensional array. Here is the example of addition of 2 matrices. So നമ്മൾ 2 matrices ആണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ഇവിടെ, എക്സും വൈയും, ആൻഡ് ആഡ് ചെയ്ത് സം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സെഡും. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 5x5 ആണ്. വൈ എന്ന് സെഡ് എന്ന് പറയുന്ന മെട്രിക്സ്. സോ വി നോ ദാറ്റ് ഇത് നമ്മൾ കീബോർഡിൽ നിന്നും ഇൻപുട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം, isn't it? And some variables are also declared here. ഇവിടെ നമ്മൾ റോ ആൻഡ് കോളം കീബോർഡിൽ നിന്നും ഇൻപുട്ട് എടുക്കുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് എക്സ് എന്ന് പറയുന്ന മെട്രിക്സിലേക്കുള്ള
എത്ര നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും നമ്മൾ ഇവിടെ ഇൻപുട്ട് എടുക്കുകയാണ്. ഹിയർ ദിസ് ഇസ് mn and pq. Okay, pq row and column size ആണ്. And we have to check for the compatibility of the matrix. ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു m/n മെട്രിക്സും p/q മെട്രിക്സും കമ്പാറ്റിബിൾ ആവുന്നത്, ദാറ്റ് മീൻസ് അഡീഷൻ പെർഫോം ചെയ്യാൻ കമ്പാറ്റിബിൾ ആവുന്നത് എങ്ങനെയാണ്? ദ റിസൾട്ടന്റ് മെട്രിക്സ് ഈസ് ഓഫ് m/q. അങ്ങനെ എന്തോ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഐ കാൻറ്റ് റിമെമ്പർ ദിസ് നൗ. അങ്ങനെ ഒരു കമ്പാറ്റിബിലിറ്റി ചെക്കാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. കമ്പാറ്റിബിൾ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ നിന്നും പുറത്തേക്ക് വരുന്നു, അതായത് മെട്രിക്സ് നോട്ട് കമ്പാറ്റിബിൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഓക്കെ, അഡീഷണൽ എനിക്ക് തോന്നുന്നു. ഓക്കെ, m ഈക്വൽ ടു p ആവണം, n ഈക്വൽ ടു q ആവണം, isn't it? അത് മൾട്ടിപ്ലിക്കേഷൻ ആണ് m/q അങ്ങനെ എന്തോ വരുന്നത്. സോ ഈ ഒരു കണ്ടീഷനാണ് ചെക്ക് ചെയ്തത്, രണ്ടും ഈക്വൽ ആണോ എന്ന്. ഈക്വൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അതല്ല, ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആദ്യം എക്സിലേക്കുള്ള വാല്യൂസ് ഇൻപുട്ട് എടുക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഒരു ലൂപ്പ് നിങ്ങൾക്ക് കാണാം, i ഈക്വൽ ടു 0, j ഈക്വൽ ടു 0, സ്കാൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അത് പ്രിന്റ് ചെയ്യാൻ സെയിം സ്റ്റേറ്റ്മെന്റ്, സ്കാനിന് പകരം പ്രിന്റ് യൂസ് ചെയ്താൽ മതി. ആൻഡ് നെക്സ്റ്റ് നമ്മൾ മെട്രിക്സ് എടുക്കുന്നത് വൈയിലേക്കാണ് വാല്യൂസ് എടുക്കുന്നത്. സോ വൈയിലേക്ക് വാല്യൂസ് എടുക്കുന്നു. ഓക്കെ, ദെൻ അത് രണ്ടും സം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. സിംപ്ലി നമ്മൾ മെട്രിക്സ് ആഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് z ഓഫ് i j എന്ന് പറയുന്നത്. ഐയും ജെയും നമ്മുടെ റോ ആൻഡ് കോളം വാല്യൂസ് ആണ്. x ഓഫ് i j പ്ലസ് y ഓഫ് i j തന്നെയാണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, ഒരു സ്ലൈറ്റ് ഡിഫറൻസ്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. അതിന്റെ ലോജിക്ക് നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇത് സിമ്പിൾ ആണ്. മൾട്ടിപ്ലിക്കേഷന്റെ ലോജിക്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സിംപ്ലി അതൊന്ന് ഓർത്ത് വെച്ച് പോയാൽ മതി, അതിൽ കൂടുതലൊന്നുമില്ല. ഓക്കെ, സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ. ഓക്കെ, ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തു, അവിടെ തന്നെ പ്രിന്റും ചെയ്യാം നമുക്ക്. അഗെയിൻ പ്രിന്റ് ചെയ്യാൻ നമ്മൾ 2 ലൂപ്സ് യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ 2 ലൂപ്സ് യൂസ് ചെയ്തു, for loop I and j, then print statement use ചെയ്തു. This is not actually a big deal. You have to work a little bit on this. ഓക്കെ, അതിപ്പോ നമ്മൾ ഏത് കാര്യമാണെങ്കിലും നമുക്ക് കുറച്ച് വർക്ക് ചെയ്താലാണ് കുറച്ച് കാര്യങ്ങൾ ഐഡിയ കിട്ടുക. സോ definitely you should have to put some effort on this. So that's up to you. Okay, so I have discussed one-dimensional array and two-dimensional array and some examples like using integer variable. Now we have to cover one more topic in this concept. Will be given it in the next video. Okay.